സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ ഘടനയെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടുത്തിടെ 3 ബില്ലുകൾ പാർലമെന്റ് അംഗങ്ങൾക്ക് നൽകി. വെറും 2 ദിവസത്തിനുള്ളിൽ അവ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് ശ്രമം. സർക്കാർ പറയുന്നത് സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പാക്കാനാണിത് എന്നാണ്. എന്നാൽ ഈ ബില്ലുകൾ മുഴുവനായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊന്നാണ്. ഇത് സ്ത്രീ സംവരണം മാത്രമല്ല, ഇത് ലോകസഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതും ഡീലിമിറ്റേഷൻ മാറ്റുന്നതും സംസ്ഥാനങ്ങൾക്കിടയിലെ രാഷ്ട്രീയ ശക്തിയുടെ തുല്യത മാറ്റുന്നതുമാണ്. ഇപ്പോൾ ലോകസഭയിൽ 543 സീറ്റുകളാണുള്ളത്. ഈ ബില്ലുകൾ പാസ്സായാൽ അത് 850 ഉയരും. അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ ഗണിതം തന്നെ മാറും. എന്നാൽ പ്രധാന പ്രശ്നം എന്താണെന്നാൽ ഈ പുതിയ സീറ്റുകൾ എങ്ങനെ പങ്കിടും? ഇവിടെയാണ് ജനസംഖ്യ എന്ന കാര്യം വരുന്നത്. 1971 മുതൽ ഇന്ത്യയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾക്കിടയിൽ സീറ്റുകളുടെ എണ്ണം ജനസംഖ്യ അടിസ്ഥാനത്തിൽ മാറ്റരുത് എന്നതാണ്. കാരണം ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ചു, ചിലത് പിന്നിലായി. ഇപ്പോൾ ഈ ബില്ലുകൾ ആ ഫ്രീസ് എടുത്തു കളയുകയാണ്. അതായത് പുതിയ സീറ്റുകൾ 2011 സെൻസസ് അടിസ്ഥാനമാക്കി നൽകാനാണ് സാധ്യത. ഇത് എന്തു ചെയ്യും? വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ പോലുള്ളവ വളരെ കൂടുതലായി ജനസംഖ്യ വർദ്ധിപ്പിച്ചവയാണ്. തെക്കൻ സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ചവയാണ്. അതിനാൽ പുതിയ സീറ്റുകൾ വരുമ്പോൾ വടക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടും, തെക്കൻ സംസ്ഥാനങ്ങളുടെ പങ്ക് കുറയും അല്ലെങ്കിൽ നിശ്ചലമാകും. ഇത് ഒരു സാധാരണ രാഷ്ട്രീയ മാറ്റമല്ല, ഇത് ശക്തിയുടെ അസമത്വം സൃഷ്ടിക്കുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യാഘാതം സാമ്പത്തികമാണ്. ഇന്ത്യയിൽ കേന്ദ്ര നികുതി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുമ്പോൾ ജനസംഖ്യ ഒരു പ്രധാന മാനദണ്ഡമാണ്. ഇപ്പോൾ തന്നെ തെക്കൻ സംസ്ഥാനങ്ങൾ അവ നൽകുന്നതിനേക്കാൾ വളരെ കുറവ് മാത്രം തിരികെ ലഭിക്കുന്നു. ഉദാഹരണത്തിന് 1 രൂപ നൽകിയാൽ കേരളത്തിന് കിട്ടുന്നത് ഏകദേശം 62 പൈസ മാത്രം. മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നത് 8 പൈസ വരെ താഴ്ന്നിരിക്കുന്നു. പുതിയ ഡീലിമിറ്റേഷൻ വന്നാൽ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണം, സാമ്പത്തികമായി മുന്നിലുള്ള സംസ്ഥാനങ്ങൾക്ക് കുറവ്. ഇത് നീതിയാണോ? ജനസംഖ്യ നിയന്ത്രിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയും നിയന്ത്രിക്കാത്ത സംസ്ഥാനങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നതല്ലേ ഇത്? ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഈ വലിയ മാറ്റങ്ങൾ വേഗത്തിൽ ആലോചനയില്ലാതെ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ കൊണ്ടുവരുന്നു എന്നതാണ്. ഇത് ഫെഡറൽ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയാണ്. സ്ത്രീ സംവരണം നമ്മൾ എല്ലാവരും പിന്തുണയ്ക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ജനാധിപത്യ തുല്യത മാറ്റാൻ, സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കുറയ്ക്കാൻ, ഒരു ഭാഗത്തെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്താൻ നമുക്ക് സമ്മതിക്കാനാവില്ല. ഇത് ഒരു സാധാരണ നിയമ ഭേദഗതിയല്ല, ഇത് ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റാൻ സാധ്യതയുള്ള തീരുമാനമാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ട് ഇത്ര അടിയന്തരമായി ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു? എന്തുകൊണ്ട് പുതിയ സെൻസസിന് കാത്തിരിക്കാത്തത്? എന്തുകൊണ്ട് സംസ്ഥാനങ്ങളോട് ആലോചിക്കുന്നില്ല? ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറ്റമല്ല, അത് നമ്മുടെ അവകാശമാണ്. അവസാനമായി ഞാൻ പറയുന്നത് ഇത്രയാണ്: ഇന്ത്യ ഒരേ രാജ്യമാണ്, പക്ഷേ എല്ലാവരും തുല്യരാണ്. ആ തുല്യത തകരാൻ അനുവദിക്കരുത്.